നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കെ.സി. വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നത്തെ കേരള സന്ദർശനം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് സന്ദർശനം റദ്ദാക്കിയതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. ഇതോടെ കെ.സി. വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിരുന്ന പൊതുയോഗവും റദ്ദാക്കിയതായി കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. ഇന്നലെ മധ്യപ്രദേശിലെ സത്നയിലും ജാർഖണ്ഡിലും റാഞ്ചിയിലും തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിൽ രാഹുൽ പങ്കെടുത്തിരുന്നില്ല. പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഡോക്ടർമാർ രാഹുലിനെ വിശ്രമം നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. റാഞ്ചിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റാലിയിൽ നിന്നും രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് രാഹുൽ വിട്ടുനിൽക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. റാലിയുടെ സമാപന സമ്മേളനത്തിൽ രാഹുലിന് പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുമെന്നും രാഹുൽ ആരോഗ്യം വീണ്ടെടുത്ത ഉടനെ ജാർഖണ്ഡിലെത്തുമെന്നുമാണ് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശും പറയുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയോ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഒഴിഞ്ഞു നിൽക്കുന്നത് അല്പം നല്ലത് തന്നെയാണ്. ഇനിയും അതും പോട്ടെ, അതിനും അപ്പുറം ആലപ്പുഴയിൽ നടക്കുന്ന റാലിക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. AICC ജനറൽ സെക്രട്ടറി കൂടിയായ വേണുഗോപാലിന്റെ ആ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്നില്ല എന്നുള്ളത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും അസ്വാരസ്യത്തിന്റെ ഭാഗമാണോ എന്ന് പോലും ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിനെ നശിപ്പിച്ചവരിൽ പ്രധാനിയാണ് ഈ വേണുഗോപാൽ എന്ന നാട്ടുകാരെവരും പറയുന്നുമുണ്ട്. ഇതൊക്കെ മുഖവിലേക്ക് എടുത്താണോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയാണോ ഇങ്ങനൊരു പരിപാടിയിലേക്ക് വരാത്തത് എന്ന സംശയം പോലും ഉയരുന്നുണ്ട്. പ്രിയങ്ക വാദ്ര ചില സ്ഥലങ്ങളിൽ മാത്രം യോഗത്തിന് എത്തിയ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കെ.സി. വേണുഗോപാലിന് വേണ്ടി ദേശീയ നേതാക്കളാരും എത്തുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോഗ്യ പ്രശ്നം മൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് വയനാട്ടിൽ ഏതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് എന്നുള്ള ഒരു കാര്യത്തിന്റെ പുറത്ത് ആയിരിക്കാം. ഏതായാലും വയനാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനിടയില്ല. നല്ല പ്രതിരോധമാണ് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ഈസി വോക്ക് ഓവർ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും അമേഠിയിലൊക്കെ പണ്ട് ചെയ്തതുപോലെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരുമെന്നൊരു ചിന്ത ഒരുപക്ഷെ രാഹുലിനുള്ളത് കൊണ്ടാവാം രാഹുൽ വയനാട്ടിലേക്ക് പോലും വരുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രചരണ പ്രവർത്തനങ്ങളിൽ പോലും എത്താത്ത ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടുകാർ ജയിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പ്രസക്തമായ മറ്റൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ആ സർക്കാരിന്റെ ഭാഗം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജനങ്ങളോടൊപ്പം നടന്ന് ക്യാമ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എണ്ണയിട്ട് യന്ത്രം പോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ വിഷൻ ഡോക്യുമെന്റ് തന്നെയാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് അദ്ദേഹം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തി എന്ത് ചെയ്യാനാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ പൾസറിഞ്ഞ് തീരദേശത്തിന്റെ പ്രത്യേക പാക്കേജ്, അതുപോലെ തന്നെ നഗരങ്ങൾക്ക് ഗുണകരമാകുന്ന പാക്കേജ്, ഇങ്ങനെ വളരെ കൃത്യമായി വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ വിഷൻ ഡോക്യുമെന്റ് പുറത്തിറക്കിയിരിക്കുന്നു. എന്തൊക്കെ അദ്ദേഹം ചെയ്യും, ഇനി കാര്യം നടക്കും എന്ന രീതിയിൽ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യും, കാർഷിക മേഖല, തീരദേശ മേഖല, അങ്ങനെ തരം തിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡോക്യുമെന്റ് എന്തൊക്കെ ചെയ്യും എന്ന വികസന രേഖ അല്ലെങ്കിൽ അത് വികസിപ്പിക്കാനുള്ള രേഖകൾ, ആ തിരുവനന്തപുരം നഗരത്തെ വലിയ രീതിയിൽ വികസിപ്പിക്കാനുള്ള ഒരു രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്, തീർച്ചയായും ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പാഴാകുന്ന വാഗ്ദാനമോ അല്ലെങ്കിൽ ശശി തരൂർ പറഞ്ഞതുപോലെ ബാഴ്സലോണിയ പോലുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നുമല്ല, നടപ്പാകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ രാഹുൽ ഗാന്ധി സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രത്യേകിച്ച് പണിയൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. കാരണം കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതകളുള്ളത്. മറ്റ് സാധ്യതകളൊക്കെ വലിയ രീതിയിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിലേക്ക് പോലും അദ്ദേഹം മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്നേ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥയിലാണ്. നെഹ്റു കുടുംബത്തിന്റെ പിൻതലമുറക്കാരനായതുകൊണ്ട് മാത്രം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് താല്പര്യം ഈ വിഷയങ്ങളിലല്ല എന്ന് നമുക്ക് എവർക്കും അറിയാം. രാഷ്ട്രീയം അറിയാത്ത ഒരാളാണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി കാണിച്ച കാര്യം നമുക്കറിയാലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു. എന്നാൽ അതേസമയം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറനെയും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തതിൽ വിലപിക്കുകയും ചെയ്തു. ഡൽഹിയിലും ജാർഖണ്ഡിലും ഇഡിയുടെ നടപടികളെ അപലപിക്കുമ്പോൾ കേരളത്തിൽ ഇഡിയുടെ നടപടികളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ തൽക്കാലം മറ്റു തരത്തിലുള്ള കേസുകളിലൊന്നും പ്രതിയല്ല നമുക്ക് ഇവർക്ക് പറയുന്ന കാര്യമാണ്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ അവസാനം ഒരു പക്ഷേ
മകൾ ജയിലിലാവുകയോ അല്ലെങ്കിൽ അതിലേക്ക് പിണറായി വിജയനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യമില്ലാതെ എന്തിനാണ് പിണറായി വിജയനെ പിടിച്ച് ജയിലിൽ ഇടാത്തതെന്ന് ചോദിക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ചോദിച്ച ശേഷം രണ്ടുപേരും പരസ്പരം പോരടിച്ച ശേഷം ഒരുമിച്ച് കൈകോർത്ത് വാളയാറ് കടക്കുമ്പോൾ, വയനാടൻ ചുരം കടക്കുമ്പോൾ ഒരുമിച്ച് കൈപിടിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. ഇത് സാധാരണക്കാരായ തിരുവനന്തപുരത്തെ അടക്കമുള്ള കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കിയാൽ അന്ന് തീരും കമ്മ്യൂണിസവും കോൺഗ്രസും ഒക്കെ എന്നേ പറയാനുള്ളൂ.